ഇ.പി. ജാവദേക്കർ കൂടിക്കാഴ്ച ആർക്കുവേണ്ടി? മാമാ നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും രണ്ട് സൈഡിൽ നിന്നും പല പല ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിയപ്പോൾ അത് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ജനങ്ങൾ അതൊന്നും കാര്യമായി എടുത്തിരുന്നില്ല. കാരണം ഇതെല്ലാം തിരഞ്ഞെടുപ്പ് ഗിമ്മിക്കുകളുടെ ഒരു ഭാഗം മാത്രമായി അവർ കരുതിയുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ബി.ജെ.പി. പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നതായി വെളിപ്പെടുത്തി ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ ദിവസങ്ങൾക്ക് മുമ്പ് കൊളുത്തുവിട്ട ഒരു ചെറിയ മാലപ്പടക്കമാണ് ഇന്ന് അമിട്ടായി പൊട്ടി ചിലർക്ക് സാരമായ പൊള്ളലുണ്ടാക്കിയത്. സംഗതി സത്യമാണ്. തിരുവനന്തപുരം ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ വെച്ചാണ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച തികച്ചും വ്യക്തിപരമായിരുന്നു, രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല എന്ന് ഇ.പി. സിറ്റപ്പൻ തന്നെ വെളിപ്പെടുത്തിയതോടെ മുഖ്യമന്ത്രിയും എന്തിന് ഇടതുപക്ഷവും തന്നെ പ്രതിരോധത്തിലായി. അപകടത്തിന്റെ ഗ്രാവിറ്റി മനസ്സിലായ പിണറായി അപ്പോൾ തന്നെ ഇ.പി.യെ സേഫായി തള്ളിപ്പറഞ്ഞു. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും. അത്തരം ആളുകളുമായി ബന്ധപ്പെടുന്നത് ഒഴിവാക്കേണ്ടതായിരുന്നു. മുൻപും ജയരാജന് ഇത്തരം കാര്യങ്ങളിൽ മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. സംശയനിഴലിലുള്ള ഒരാളുടെ സാന്നിധ്യത്തിലെ കൂടിക്കാഴ്ച ഒഴിവാക്കേണ്ടിയിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് സേഫ് പൊസിഷനിലാകുവാൻ ഒരു ശ്രമം നടത്തി. ശോഭയുടെയും മാമാ നന്ദകുമാറിൻ്റെയും വാക്കുകളിൽ പിടിച്ച് സുധാകരനും വി ഡി സതീശനുമെല്ലാം പൂന്തുവിളയാടി. പക്ഷേ അവർ വിളിച്ചു പറഞ്ഞത് ആ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം ഇ.പി.യുടെ ബി.ജെ.പി. പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനാണ്. കോടിയേരിയുടെ മരണശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനം കിട്ടുമെന്ന് മോഹിച്ച ഇ.പി.ക്ക് അത് കിട്ടാത്തതിലും തന്നേക്കായാലും ജൂനിയറായ പ്രാപ്തിയില്ലാത്ത അപ്പം ഗോവിന്ദന് ആ പദവി കൊടുത്തതു മുതൽ അദ്ദേഹം അസംതൃപ്തനാണ്. ആ വികാരമാണ് ബി.ജെ.പി. മുതലെടുക്കുവാൻ നോക്കുന്നത് എന്നൊക്കെയായിരുന്നു. എന്നാൽ ജയരാജനെ അടുത്തറിയാവുന്നവർക്കറിയാം, ജയരാജൻ ഈ സാഹചര്യത്തിൽ ഒരിക്കലും പാർട്ടി വിടുകയില്ല. കാരണം അദ്ദേഹം കണ്ണൂരിലെ നല്ലൊരു അന്തംകമ്മിയാണ്. പാർട്ടി വിട്ടാൽ എന്താണ് അനുഭവമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. മാത്രമല്ല അദ്ദേഹം പിണറായി വിജയൻ പറയുന്നതിന് അപ്പുറം ചലിക്കില്ല. വലിയ ശരീരവും ചെറിയ മനസ്സുമുള്ള അദ്ദേഹത്തിന് കിട്ടാവുന്ന പരമോന്നത പദവിയാണ് ഇടതുമുന്നണി കൺവീനർ എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. ഇടത് കൺവീനർ എന്ന് പറഞ്ഞാൽ പിണറായിയുടെ ഒരു ഡ്രൈവർ, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഒരു പിടിച്ചുവെപ്പുകാരൻ. തെറ്റു പറയരുതല്ലോ, മനമറിഞ്ഞ് അദ്ദേഹം അത് ഭംഗിയായി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അദ്ദേഹം ബി.ജെ.പിയിൽ പോകുവാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ കാറൽ മാർക്സ്, എംഗൽസ് പുണ്യാളച്ചന്മാർ പോലും ഒരിക്കലും സഹിക്കില്ല. പിന്നെ എന്തായിരിക്കാം പ്രഭാതത്തിൽ ഇ.പി.യുടെ മകൻ താമസിക്കുന്ന ഫ്ളാറ്റിൽ കയറി ചെന്ന് പറഞ്ഞത്? ഈ കൂടിക്കാഴ്ചയുടെ പേരിൽ ഇ.പി. പൊങ്കാലക്കിരയായെങ്കിലും അത് പിണറായിക്കും കുടുംബത്തിനും വേണ്ടി ആയിരുന്നു. എൻ ഉയിർ പിണറായിക്ക്, എൻ ഉടൽ പിണറായിക്ക് എന്ന് പ്രതിജ്ഞ എടുത്തു നിൽക്കുന്ന ഇ.പി. പ്രകാശ് ജാവദേക്കറെ കണ്ടത് പിണറായിയും കുടുംബവും അകത്തു പോകാതിരിക്കുവാനുള്ള ഫോർമുല സംസാരിക്കുവാനായിരുന്നു. പ്രഭാരിയുടെ ആദ്യ വിരട്ടൽ ഇപ്രകാരമായിരുന്നു. കേജ്രിവാളിൻ്റെ അവസ്ഥ കണ്ടോ? പിന്നെ പിണറായിയുടെ കാര്യം പറയുവാനുണ്ടോ എന്ന്. പിണറായി അന്ന് ആ ഡീൽ എഗ്രി ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പിണറായിയും മകളും ജയിലിൽ പോകുമായിരുന്നു. മകളുടെ കോഴക്കേസ്, ലാവ്ലിൻ വിഷയം, കരുവന്നൂർ തട്ടിപ്പ്, കിഫ്ബി വഴി നടത്തിയ അനധികൃത ഇടപാടുകൾ, അങ്ങനെ വർഷങ്ങളോളം പുറംലോകം കാണുവാൻ സാധിക്കാത്ത ആവശ്യത്തിലധികം കേസുകൾ വെച്ച് പിണറായിയെയും കുടുംബത്തെയും പൂട്ടും എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. അതിന് സംസാരിച്ച ഫോർമുലകളുടെ അവസാനഘട്ട ഉറപ്പിനായിയാണ് ഇ.പി. ജാവദേക്കർ കൂടിക്കാഴ്ച ഫ്ളാറ്റിൽ നടന്നത്. ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രതിഫലനം നമുക്ക് പല ഇടപാടുകളിലും കാണുവാൻ കഴിയും. ഒന്ന്, സുരേഷ് ഗോപി കരുവന്നൂർ സഹകരണ അപകട ക്രിമിനലുകളെ അകത്താക്കും എന്ന് പറഞ്ഞൊരു പദയാത്ര നടത്തി. ഗോപി നടന്ന് പത തോറിയതല്ലാതെ ഒന്നും നടന്നില്ല. എന്തെങ്കിലും നടന്നോ? അവരെ ഇ.ഡി. വിളിപ്പിച്ചു, ഇവരെ ഇ.ഡി. വിളിപ്പിച്ചു, അടുത്ത ദിവസം വിളിപ്പിച്ചു, പിന്നെയും വിളിപ്പിച്ചു എന്നൊക്കെ വാർത്തകൾ വന്നതല്ലാതെ ഒരു മലരും സംഭവിച്ചില്ല. ഇപ്പോൾ ഇ.ഡി. വിളിപ്പിച്ചു എന്ന് കേട്ടാൽ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കും, എന്നാ ഉലത്താന എന്ന്. അതാണ് അവസ്ഥ. കരുവന്നൂർ കൊള്ളക്കാരൻ എ.സി. മൊയ്തീൻ്റെ സ്വത്ത് കണ്ടുകെട്ടി അക്കൗണ്ട് മരപ്പിച്ചു. എന്നിട്ടും എ.സി. മൊയ്തീനെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല. വീണാ വിജയൻ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നും മാത്രമല്ല, സമാനമായ രീതിയിൽ 12 ബിസിനസ്സുകാരിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കോടികൾ വാങ്ങി എന്ന് തെളിവുകളടക്കം കിട്ടി. പക്ഷേ ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ഒലത്തും ദേ ഒലത്തി എന്നൊക്കെ പറഞ്ഞതല്ലാതെ ഒന്നും നടന്നില്ല. അത് ഈ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുപോലെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അനിൽ ആന്റണി കിഫ്ബി അഴിമതി വീരൻ തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്താൽ പത്തനംതിട്ടയിൽ വിജയം സുനിശ്ചിതമാണ്
NDAയിൽ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും, ഇനി കാര്യങ്ങൾ നടക്കും എന്ന ഫീൽ ജനങ്ങളിൽ ഉണ്ടാകും എന്ന് ഡൽഹിയിൽ 2 ദിവസം പോയി നിന്ന് അമിത്ഷായുടെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു. എങ്കിലും അറസ്റ്റ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുവാൻ വിളിപ്പിക്കരുത് എന്ന കോടതി ഉത്തരവും ഉണ്ടായി. എന്തുകൊണ്ട് ഈ അട്ടിമറികൾ നടന്നു എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇതിനെല്ലാം പ്രത്യുപകാരമായി ഉണ്ടാക്കിയ ഫോർമുലയിലുള്ള ഒരു സുപ്രധാന കാര്യം കേരളത്തിൽ 2 സീറ്റുകൾ നേടുവാൻ ഒത്താശ ചെയ്തു കൊടുക്കാം എന്നതായിരുന്നു. അതിലൊന്ന് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ സഹായിക്കുക, 2 തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരെ സഹായിക്കുക എന്നതായിരുന്നു. ഇടത് സ്ഥാനാർത്ഥികൾ തോറ്റാൽ ആ പഴി CPI സ്ഥാനാർത്ഥികളുടെ പോരായ്മയാണെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുകയും ചെയ്യാം. തല പോകാതെ കാര്യം നടക്കുകയും ചെയ്യും. CPM വോട്ട് മറിച്ചു കിട്ടിയാൽ ജയിക്കുവാൻ പറ്റിയ സ്ഥാനാർത്ഥിയായാണ് കർണാടകയിൽ നിന്നും രാജീവ് ചന്ദ്രശേഖരെ കെട്ടിയിറക്കിയത്. അതിൻ്റെ എല്ലാ ചിലവുകളും വഹിക്കുവാൻ പ്രാപ്തനുമാണ് അദ്ദേഹം. അതുപോലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും. പക്ഷേ തെരഞ്ഞെടുപ്പ് തലേദിവസം ഈ കാര്യം വിളിച്ചു പറഞ്ഞ് കുളമാക്കിയത് മാമാ നന്ദകുമാറാണ്. കോൺഗ്രസ്സാണ് നന്ദകുമാറിൻ്റെ ഡീലിൽ അവസാനം വീണത്. അതുകൊണ്ട് അവർക്ക് അനുകൂലമാകാൻ വേണ്ടിയാണ് അദ്ദേഹം ഇക്കാര്യം പൊട്ടിച്ചത്. സംശയം തോന്നാതിരിക്കുവാൻ സുധാകരനെയും ഒന്ന് ചെറുതായി ചൊറിഞ്ഞു. മുകൾ തട്ടുമായി ഉണ്ടാക്കിയ ഡീലിൻ്റെ വ്യാപ്തി അറിയാതെ ശോഭാ സുരേന്ദ്രനും വിഷയം ഏറ്റുപിടിച്ചു. ഇനി എന്തൊക്കെയാകുമോ എന്തോ. തിരഞ്ഞെടുപ്പ് തലേന്നാണ് ഈ വിവാദം ഉണ്ടായതെങ്കിലും ജനങ്ങൾക്ക് ഇത് കാര്യമായി മനസ്സിലായോ എന്ന് സംശയമാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടായി എന്നറിയണമെങ്കിൽ ജൂൺ 4 ഫലപ്രഖ്യാപന ദിനം വരെ കാത്തിരിക്കണം. തിരുവനന്തപുരവും തൃശ്ശൂരും ഇത്തവണ താമര വിരിഞ്ഞെങ്കിൽ അത് പിണറായിയുടെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമായിരിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.